നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. സൂര്യയോടൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ കൊതിച്ചവള് തന്നെയാ ഞാനും. പക്ഷേ വിധി കൂടി അതിനെ അനുവദിക്കണ്ടേ? ഞാനൊരു അപശകുനം പിടിച്ചവളാ എൻ്റെ. ഞാൻ ആ കുടുംബത്തിൽ കഴിയുന്നിടത്തോളം കാലം ദുരിതങ്ങളും ദുരന്തങ്ങളും നിങ്ങളെ വിട്ടു പോവില്ല. അത് നന്നായിട്ട് മനസ്സിലാക്കിയതുകൊണ്ടാ ഞാനിങ്ങനെയൊക്കെ പറയുന്നത്. പണ്ടുള്ളവരൊക്കെ പറയാറില്ലേ, എത്ര വലിയ ഫലം കായ്ക്കുന്ന മരമാണെങ്കിലും വീടിന് ദോഷമാണെങ്കിൽ വെട്ടിമാറ്റണമെന്ന്. അതുപോലൊരു പാഴ്മരമാണ് ഞാനെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് എൻ്റെ. സ്വന്തം വീട്ടുകാർക്ക് പോലും ഒരു ഭാരമായിട്ട് ജീവിക്കേണ്ടി വരരുതെന്ന് ആഗ്രഹിച്ചവളാ ഞാൻ. പക്ഷെ ജീവിതകാലം മുഴുവനും ചിലപ്പോൾ ഈ വീൽ ചെയറിൽ കഴിയാനായിരിക്കും എന്റെ യോഗം. അതിന്റെ കൂടെ സൂര്യയുടെ ജീവിതം കൂടി ഞാൻ എന്തിനാ എന്റെ നശിപ്പിക്കുന്നത്? ഇപ്പോഴും നീ നിന്റെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. സൂര്യ എനിക്ക് നന്നായിട്ടറിയാം. അവന്റെ ഓരോ നിശ്വാസത്തിലും നീയാ. ആ എന്റെ മോന്റെ കണ്ണീര് നീ ഇപ്പൊ കണ്ടില്ലെന്ന് നടിക്കുന്നത്. സൂര്യയുടെ വിഷമം എനിക്ക് കാണാൻ വയ്യ ഗായത്രി. അതെങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കേണ്ടെന്ന് എനിക്കറിയില്ല. ആന്റി, ഇവിടെ ഇപ്പൊ തീരുമാനം എടുക്കേണ്ട ഭാവനയാണ്. ഞങ്ങളുടെ മാക്സിമം സംസാരിച്ച് നോക്കി. പക്ഷെ നമ്മുടെ ന്യായങ്ങളൊന്നുമല്ല അവളുടെ ന്യായം. ഭാവനയുടെ കാഴ്ചപ്പാടുകളൊക്കെ വേറെയാണ്. അതുകൊണ്ടാണ് ഭാവന കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്. ഞാൻ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുന്നതല്ല സേതുട്ടാ. എല്ലാവരും എന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാലേ അത് മനസ്സിലാക്കാൻ പറ്റൂ. ഏതൊരു പെണ്ണും ഒരു കുടുംബത്തിലേക്ക് പോയി കയറുന്നത് അവിടുത്തെ ഐശ്വര്യം കാത്തു സൂക്ഷിക്കാനാ. പക്ഷേ ഞാൻ എങ്ങനെയാ ആ വീടിന്റെ ഐശ്വര്യം കാത്തു സൂക്ഷിക്കുന്നത്? പരസഹായം ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത എന്നെ എന്നൊരു ഭാരമായിട്ടേ പലരും കാണൂ. നിന്നെ ഒരു ഭാരമായി കാണണമെങ്കിൽ ഞാൻ വേണം കാണാൻ. അതെന്താ നീ മനസ്സിലാക്കാത്തെ? എന്റെ ദിവസങ്ങൾ ഇനി എത്രയാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ മോളെ. അതുകൊണ്ട് ഇനിയെങ്കിലും നീ നിന്റെ തീരുമാനം മാറ്റണം. എന്നാലേ എന്റെ മനസ്സിന് സമാധാനം കിട്ടും. ഭാവനെ, നിനക്ക് എന്തു പറ്റി? സാധാരണ ഒരാൾ സങ്കടം പറഞ്ഞാ നിന്റെ മനസ്സ് മാറുന്നതാണല്ലോ. ആന്റി ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്താ ഇങ്ങനെ? ആന്റിയുടെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അയച്ചി. പക്ഷെ എന്റെ വിഷമം ആന്റിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതാ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ അവസ്ഥ മോക്ക് മനസ്സിലായിട്ടില്ല. നിന്റെയും സൂര്യയുടെയും വിഷമം നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാനീ പറയുന്നത്. മോളെ ദയവായി നീ ഈ ആന്റി പറയുന്ന ഒന്ന് മനസ്സിലാക്കണം. എന്റെ മോനെ നീ ഒരിക്കലും വേദനിപ്പിക്കരുത്. അവന്റെ വിഷമോ സങ്കടം കാണാൻ എനിക്ക് വയ്യ. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് എനിക്ക് കാണണം. അതിന് നീ തടസ്സം നിൽക്കരുത്. ഞാൻ നിന്റെ കാല് പിടിക്കാം. പറയുന്ന കേക്ക്. ഇല്ല മോളെ, നീ വ്യക്തമായൊരു മറുപടി പറയാതെ ഞാൻ എണീക്കില്ല. അമ്മ ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്ക. എന്താ ജയ ഇത്? കൊച്ചുകുട്ടികളെ പോലെ പിള്ളേരുടെ ഒക്കെ മുന്നിൽ മോശമല്ല. എണീക്ക്. ജയ ഇത് ശരിയാവും. സമാധാനപ്പെടും. സോറി ഭാവന, ഞാൻ നിന്റെ മനസ്സറിയാതെ സംസാരിച്ചതിന് നീ എന്നോട് ക്ഷമിക്കും. എന്റെ മോന്റെ വിധി എന്താണോ അതുപോലെ നടക്കട്ടെ. സ്വന്തം മക്കളുടെ കല്യാണം കാണാനും അവരുടെ കുഞ്ഞിനെ താലോലിക്കാനും നമ്മള് മാത്രം വിചാരിച്ച പോരല്ലോ, ദൈവം കൂടി വിചാരിക്കട്ടെ. ഞാൻ ഇറങ്ങുക ഗായത്രി.
ഇനിയും ഞാനിവിടെ നിന്ന എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല. വരട്ടെ മോളെ. ഇത്രയും മതി ഭാവന. ഇപ്പോഴേ നീ ഫ്ലാറ്റ്. ഇനിയും ഞാൻ ഓവറാക്കാൻ പാടില്ല. നോക്കിക്കോ, അടുത്ത ഒരു നാടകത്തോടു കൂടി ഈ കഥയ്ക്കൊരവസാനം ഞാൻ കണ്ടെത്തും. അതോടെ ഭാവനയുടെ ജീവിതത്തിന് തിരശീലയും വീഴും. കളി എന്നോട് വേണ്ട ഭാവന. ഞാൻ തീയിൽ കുരുത്തവള. അതുകൊണ്ട് തന്നെ വെയിലത്തു വാടില്ല. ജയേ, ജയ ജയ ജയയുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ മോക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയുന്നില്ല. ഞാൻ എത്ര ചോദിച്ചിട്ടും അവൾ പറയുന്നുമില്ല. അതാ ഗായത്രി എനിക്കും മനസ്സിലാവാത്തത്. ഇത്ര പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഇവർക്കിടയിൽ എന്തെങ്കിലും സംഭവിക്കണം. പക്ഷെ അങ്ങനൊന്നും സംഭവിച്ചിട്ടുമില്ല. ഞാൻ ഒന്നും കൂടി അവളോട് സംസാരിച്ചു നോക്കാം. എന്താ അവൾക്ക് പറയാനുള്ളതെന്നറിയാലോ. ആരോടും പറയാൻ പറ്റാത്ത എന്തോ ഒന്ന് ഭാവനയുടെ മനസ്സിലുണ്ട്. അതൊരു പക്ഷേ ഗായത്രിയോട് അവൾ പറയുമായിരിക്കും. എന്നിട്ടും ഭാവന ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ ഗായത്രിയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാൻ പറയണം. അപ്പൊ ഭാവന എന്താന്ന് പറയും. ഞാൻ അങ്ങനെ തന്നെ പറയാം. എനിക്ക് എൻ്റെ മോളുടെ ജീവിതം വലുത്. ഒരു കാര്യം ഉറപ്പാ, എന്തുണ്ടെങ്കിലും സ്വയം സഹിക്കാനും അനുഭവിക്കാനുള്ള മനസ്സോടെയാ ഭാവന ഇപ്പൊ നിൽക്കുന്നത്. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. പണ്ടും അവളുടെ സ്വഭാവം ഇതാ. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി എന്തിനും അവൾ തയ്യാറാവും. ആ ഒരു മനസ്സാ ഗായത്രി ഭാവനയെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം. എന്തായാലും ഗായത്രി അവളോട് സംസാരിക്കും. ഞാൻ സൂര്യയോട് സംസാരിക്കാം. ഇനി അവൻ തന്നെ തീരുമാനിക്കട്ടെ എന്താ വേണ്ടേന്ന്. ശരി ജയ. എന്നാ ഞാൻ വരട്ടെ. ജയ ജയ എന്താ ജയ? എന്തോ തലയ്ക്കുള്ളിൽ പെട്ടെന്നൊരു വെട്ടിപ്പിടി പോലെ. എങ്കിൽ ജയ ഇരിക്കെ, കുറച്ചു കഴിഞ്ഞ് പോവാം. സാരമില്ല ഗായത്രി, ഇങ്ങനെ വരുന്നത് ആദ്യമായിട്ടാ. ചിലപ്പോ ഒരുപാട് സംസാരിച്ചിട്ടാവും. ഞാൻ വരട്ടെ. ജയക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ സേതു വരും കൂടെ. വേണ്ട ഗായത്രി, ഞാൻ പൊയ്ക്കോളാം. ഈശ്വര കാത്തോണേ.